ഗൈസ് കൊച്ചി മെട്രോക്ക് വരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒടുക്കത്തെ ബ്ലോക്കും ഒടുക്കത്തെ ക്യൂ ഒക്കെ ചെന്ന് ലാസ്റ്റ് ഞങ്ങൾ ആ എൻട്രൻസിൻ്റെ അവിടെ എത്തി. ഞാനും വൈഫും പിന്നെ അമ്മയും കൊച്ചും ഞങ്ങളങ്ങനെ ക്യൂടെ അങ്ങ് അവസാനത്തെ വരി നിൽക്കുകയാണ്. കൊച്ചി മെട്രോയും ഫോർട്ട് കൊച്ചിയും കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. ഗൈസ് ഇനിയാ എഴുതി നമ്മളാ ഫസ്റ്റ് വെക്കുന്നത്. ബോട്ടിൽ ആദ്യത്തെ ആള് പറയൂ പ്രാണസഖി, പറയാൻ മറന്നതെല്ലാം ഇനി പറയൂ. പറയാം ഞാൻ പറയാം കൊതിച്ചതെല്ലാം, പറയാനിരുന്നതെല്ലാം ഇനി പറയാം. ഒരു ഇനി കൊണ്ടാടാം. ഓക്കെ ഗൈസ്, നിങ്ങൾ വാട്ടർ മെട്രോ വരുവാണെന്നുണ്ടെങ്കിൽ കൊച്ചി വൺ ആപ്പിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ക്യൂ ഒക്കെ നിൽക്കാതെ നേരെ കയറി വരണം. എന്നാലും കുറച്ച് സ്ഥലത്തൊക്കെ ഇരിക്കേണ്ടി വരും, പോസ്റ്റ് ആവും. മാക്സിമം ഇതിൻ്റെ ആ ഒരു ഇതെടുക്കാതിരിക്കും, ടിക്കറ്റൊക്കെ ക്യൂ നിന്ന് എടുക്കാതിരിക്കുക. കൊച്ചി വൺ ആപ്പ് എടുത്തിട്ട് കയറണം, അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം പോസ്റ്റ് ആവും. ഇപ്പോൾ തന്നെ നിറച്ച ആളുണ്ട് സൺഡേ തന്നെ. ഇപ്പോൾ സൺഡേ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോ വെച്ച് റൈഡൊക്കെ ആണെങ്കിൽ മാക്സിമം സ്കിപ്പ് ചെയ്തതൊക്കെ നല്ലത്. അങ്ങനെ കൊച്ചി റീച്ച് ആയിട്ടുണ്ട്. ബാക്കി ഇവിടെ സൺഡേ എന്തൊക്കെ പരിപാടി ഉണ്ടെന്നും എന്തൊക്കെ കാണാനുണ്ടെന്നും ജസ്റ്റ് ഇതൊക്കെ ആരും വരാത്ത സ്ഥലമൊന്നുമല്ല, എന്നാലും ജസ്റ്റ് കാണാത്തവർക്ക് വേണ്ടി മാത്രം നമ്മുടെ കൊച്ചി. അങ്ങനെ എല്ലാ ദിവസവും പണിക്ക് വരാറുള്ള സ്ഥലത്ത് കറങ്ങാൻ വേണ്ടി വന്നേക്കാണ്. ഇവിടെ ഒരു 3 വർഷം മുമ്പ് വരെ എല്ലാ ദിവസവും വന്ന് ഉച്ചക്കിടന്ന് ഉറങ്ങിയിരുന്ന സ്ഥലങ്ങളൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഇച്ചിരി അടിപൊളിയായിട്ടുണ്ട്. ഈ വെള്ളം കൊള്ളാം, കുഴപ്പമില്ല, എടുത്തോ. അങ്ങനത്തെ ഫസ്റ്റ് പർച്ചേസ് ഒരു വള 120 രൂപ പോയിട്ടുണ്ട് ചേച്ചിക്കാണ്. ചേട്ടൻ്റെ ലുക്ക് കൊള്ളാലോ. ഭയങ്കര ഫേമസ് ബീച്ചാണെങ്കിലും ജസ്റ്റ് വെള്ളത്തിൽ ഇറങ്ങാൻ വലിയ സ്ഥലങ്ങളൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കിടക്കണം. എന്നിട്ട് ഭയങ്കര ബീച്ച് തന്നെ തരും. ഇതിനേക്കാൾ സെറ്റപ്പ് ഞങ്ങളുടെ മാരാരിക്കുളം ബീച്ച് തന്നെയാണ്, മാരാരി ബീച്ച്. പിന്നെ അവൾ ഉറങ്ങിപ്പോയി, അമ്മ എടുത്തേക്കാണ്. പിന്നെ ഇവളെ ഓരോ കുനുപ്പ് സാധനങ്ങളൊക്കെ മേടിച്ച് നടന്നുകൊണ്ടേക്ക്. മേടിച്ചോ എന്നാറ്റി? അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഹാഫായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി അവൻ്റെ സൈഡിൽ തന്നെയുള്ള കടകളിൽ കയറിയൊക്കെയാണ്. വെജ് ബിരിയാണി, എഗ് ഫ്രൈഡ് റൈസും നൂഡിൽസും. അച്ചു എങ്ങനെയുണ്ട്? കൊള്ളാം. ഇത്ര വർഷമായിട്ട് നീ ഇവിടെ കൊണ്ടുവന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. കൊണ്ടുവന്നില്ലെന്നുള്ളോ? നിന്നെ എന്തോരം പ്രാവശ്യം നിന്നെ വിളിച്ചിട്ടുണ്ട്. ടൈമാണ് തന്നെ നമ്മൾ ആര് പറഞ്ഞു? നമ്മൾ രാത്രിയൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ആണ് ഇനി അന്ന് ഇത്ര സെറ്റപ്പ് അല്ലെന്നേ ഉള്ളൂ. ആണ് ഈ അന്ന് മറ്റേ നമ്മളെ ക്രിസ്മസിന് ന്യൂ ഇയറിന് വന്നോ? അതല്ല ഞാൻ പറഞ്ഞു, 2 വർഷം മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സംഭവം. അങ്ങനെ അച്ചുവിൻ്റെ ഷെസ്വാൻ വന്ന്. അല്ലെങ്കിൽ ഇവക്ക് എവിടെ പോയാലും കുറച്ച് ഭാഗ്യമുള്ള അതും തീറ്റയുടെ കാര്യത്തിൽ. ഉപ്പില്ലേ? എന്നാ പറഞ്ഞ? അല്ല അപ്പ എന്നാ പറഞ്ഞ? ഓക്കെ, ഇനി അടുത്ത വരട്ടെ. എങ്ങനെയുണ്ട് പിന്നെ വെജ് ബിരിയാണി?
എരിയുണ്ട് എരിയുണ്ട്. കണ്ട വല്ല കാര്യം ഉണ്ടോ അതിന് എരിയുണ്ട്. എരിയ ചുണ്ടേന്ന് തൂക്കടി. നൈസ്, എൻ്റെ നൂഡിൽസ് വന്ന് ഇനി ഇത് കഴിച്ചിട്ട് ഞാൻ ബാക്കി പറയാം. വിളിച്ചിട്ട് അലമ്പാണ് എടി കുരുങ്ങി. നൈസ്, അങ്ങനെ നമ്മൾ ഈ പുറേക്കാരൻ്റെ കടയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. വാ. നൈസ്, നല്ല ഉച്ചപ്രാന്തം വെയിലത്ത് കൊച്ചുമായിട്ട് കുട പോലും ഇല്ലാണ്ട് ഇത്രയും അടുത്തുള്ള സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നേക്ക്. ഉണ്ടല്ലോ ഈ കാണുന്ന സാധനം കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് പോയതാണ്. എന്തൊക്കെയോ ക്രിയേറ്റിവിറ്റീസ് ഇവിടെ കാണിക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് പൊളിഞ്ഞു പോയി. എൻ്റെ പൊന്നെ, ഈ സാധനം ഉണ്ടല്ലോ ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ട് പിറ്റീരിയായി. നേരത്തെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അതാണോ സാധനം? രണ്ടും ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, എന്തായാലും കൊച്ചി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഇതൊന്നും കാണിച്ചില്ല എന്ന് വേണ്ട. ആഹാ, എനിക്ക് എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം വെച്ചാലേ മൈക്കിന് എന്തോ ഒരു ചെറിയ പണി കിട്ടി. ഇപ്പോൾ ഇത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അടിപൊളിയായിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ കുഴപ്പമായിരിക്കും. ശരിക്കും നേരത്തെ ഒന്നും ഇങ്ങനെ ഇറങ്ങത്തില്ലായിരുന്നു കേട്ടോ ഇത്ര ഇവിടെ. ശരിക്കും ഇവിടെയൊക്കെ ആദ്യമേ കുറേ കരയുണ്ടായിരുന്നേ. ഇതിപ്പോൾ അങ്ങനെ കയറി പോയതാണെന്ന് തോന്നുന്നു. പക്ഷേ ആ സമയത്ത് അടിപൊളിയായിരുന്നു. ഇപ്പോൾ എന്തോ ഒരു വിഷയം വന്നിട്ടുണ്ട്. ഇനി കടൽ ശരിക്കും ഇങ്ങോട്ട് കയറി കിടക്കുമെന്ന് തോന്നേ. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഇനി കൊച്ചി കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഐസ് അങ്ങനെ ഫ്രണ്ടോട്ട് നടക്കും തോറും ഓരോരോ കാഴ്ചകളുണ്ട്. ഇപ്പോൾ കൊച്ചിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങൾ. അപ്പോൾ അതിനൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് കാഴ്ച വേണ്ടി ഇവിടുത്തെ കാണുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക, അത്രേ ഉള്ളൂ കേട്ടോ. ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 1 കിലോമീറ്ററോളം ഞങ്ങൾ നടന്നിട്ടുണ്ട്. 1 കിലോമീറ്റർ നടന്ന് ഇവിടെ വന്നിട്ട് അപ്പം ഇടയ്ക്ക് കുറച്ച് ഫുഡ് കോർട്ടുണ്ട്, ഇവിടെ ഫുഡ് കോർട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണെങ്കിൽ ആ ഒരു സംഭവം നോക്കിയാൽ മതി. പിന്നെ ഇവിടെ ഈ ഒരു സംഭവം അങ്ങോട്ട് ഫുള്ളുണ്ടായിരുന്നു. ഇപ്പം മൊത്തം പൊളിഞ്ഞു പോയി കിടക്കുവാണ്. പിന്നെ പ്രാവാണ് കണ്ടോ, നല്ല രസമല്ലേ, ഒരു പ്രത്യേക ആംബിയൻസ്, മരങ്ങൾ. ഞങ്ങളങ്ങനെ കുറേ ദൂരം നടന്ന് കേട്ടോ. നടന്ന് ഒരു ഇരിക്കുന്ന സ്പോട്ട് നോക്കിയിട്ട് കിട്ടണില്ല. അപ്പം ആ ഒരു സംഭവം നോക്കി നടക്കട്ടെ, ബാക്കി നോക്കാം. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും വേറെ എങ്ങോട്ടെങ്കിലും കാണാൻ പോകണമെന്നുണ്ട്, ആ ഒരു ടൈമുള്ള പോലെ. ഓക്കെ ഗൈസ്, അങ്ങനെ കൊച്ചി ബീച്ച് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഞങ്ങളിനി അടുത്ത എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, അത് കണ്ടിട്ട് വരാം. അതുവരെ കൊച്ചിനോട് ബൈ. ഓക്കെ ഡി മതി ഐസ്ക്രീം കഴിച്ചേ. നാളാപ്പ MAJ അമൃത മതി. ഇപ്പോൾ കുറച്ചുകൂടിയൊക്കെ തിരക്ക് കൂടി കേട്ടോ. നേരത്തെ ഞങ്ങൾ വന്നപ്പം ഇത്ര ആളില്ലായിരുന്നു. പിന്നെ നേരത്തെ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. ഐസ് അങ്ങനെ അധികം ബീച്ച് തീരം ഇല്ലാത്ത ഏറ്റവും ഫേമസ് ആയ ബീച്ചിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം തീരാറായി ഞങ്ങളുടെ കറക്കം. ഒരു തൊട്ട് മേടിക്കാന്ന് വെച്ചു. തിരക്ക് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പയ്യെ ഇവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അടുത്ത സാധനം ബുഷ് മേടിച്ച അങ്ങനെ അവരുടെ ഷോപ്പിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. തകർത്ത് വാ ഡീറ്റെയിലായിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജോർജിയയിലെ ശരിക്കും ഈ സാധനമാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ആൾറെഡി വന്നതാണ്, പിന്നെ ഒന്നുകൂടി എടുത്തന്നേ ഉള്ളൂ. ഇവിടെ കട എന്താ മാറ്റം അല്ലേ.
ഒരു ആൻറ്റിക് ഷോപ്പ് പോലത്തെ ഷോപ്പാണ്. അതേപോലെ തന്നെ ഇവിടെയും കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ വേറെയും കുറേ ആൻറ്റിക്സിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എങ്ങനെ വഴിയില്ല, അവിടെ വഴി. കസ്റ്റമറെ കാണണമെന്നായിരുന്നു. അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മുടെ ആ ഒരു ട്രിപ്പ് മറൈൻ ഡ്രൈവിൽ കുറച്ച് കാലം ഇരുന്നിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബൈ ബൈ.